ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിസിയാണ്. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെ ഇതുണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 മീഡിയം സൈസിലുള്ള ചിക്കൻ എടുത്തിട്ട് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, പിന്നെ കാശ്മീരി ചില്ലി, വിനെഗർ, ടൊമാറ്റോ സോസ്, സോയാ സോസ്, ഒറിഗാനോ, ഇതെല്ലാം 1 ടീസ്പൂൺ വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മളൊരു മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. ഇനി നമുക്ക് ഇതിനുള്ള ഡോ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് ഇളം ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ ഈ മിക്സ് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. അപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ് നല്ലതാണെങ്കിൽ ഇതുപോലെ ഒന്ന് പതഞ്ഞു വരും. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മൈദമാവ് ചേർക്കും. ഇവിടെ ഞാൻ 250 ml കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ അല്ലെങ്കിൽ പിസ്സ സീസണിങ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിൽ പാൽപ്പൊടി നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പാൽപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഡോയിന് പ്രത്യേകമായൊരു ടേസ്റ്റ്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴയ്ക്കാം. ഇത് നമ്മൾ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് ജസ്റ്റ് നോക്കിയൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളിത് നന്നായി കുഴച്ച് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഒരു 2 മണിക്കൂർ ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇത് നിങ്ങളെപ്പോഴും അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഈ ഡോ പെട്ടെന്ന് ഡ്രൈ ആകും. അപ്പോൾ ഇനി നമ്മൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ആ ടൈമിൽ നമുക്കിതിനുള്ള പിസ്സ സോസ് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 4 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. വെളുത്തുള്ളി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.5 സവാള അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സവാള ഒന്ന് വാടി വരുമ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് 3 വറ്റൽമുളകാണ്. അതിനകത്തുള്ള അല്ലിയൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സോസിന് ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ പിസ്സ സീസണിങ് ആണ്, അല്ലെങ്കിൽ ഒറിഗാനോ ആണ്. ഇതും കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളൊരു 2 തക്കാളി 4 പീസാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മെല്ലെ ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്യണം. ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ടുള്ള പിസ്സ സോസ് കിട്ടും. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ പതിയെ സ്പൂൺ വെച്ച് റിമൂവ് ചെയ്യാണ്. ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി നന്നായിട്ട് ഇതിലേക്ക് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ആദ്യം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യുന്നു. ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടി ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കുക. എന്നിട്ട് ഈ കാശ്മീരി ചില്ലിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണിയാൻ വെക്കാം. ഈ മിക്സ് ഇപ്പോൾ നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ച് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ സോസ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിസ്സ സീസണിങ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ പിസ്സ സീസണിങ് കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അധികം ഹാർഡായി പോവാതെ ശ്രദ്ധിക്കണം. നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണിത്. അപ്പോൾ നമുക്ക് ഞാനിവിടെ എടുത്ത അത്രയൊന്നും ആവശ്യം വരില്ല.
പക്ഷെ ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പകുതിയൊക്കെ പിസയിൽ ഉപയോഗിക്കുകയുള്ളൂ, ബാക്കി നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനിലേക്കുള്ള പിസയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച ഡോ നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2.25 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡോ നന്നായിട്ട് പൊന്തി ഡബിളായി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി കുഴച്ച് നമുക്ക് സോഫ്റ്റ് ആക്കി. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു പിസ്സ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഈ ഡോ നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഡോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പിസ്സ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സോസ് നിങ്ങൾക്ക് 2 പിസ്സയ്ക്ക് വരെ യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ ഡോ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ. പിന്നെ അത് നന്നായിട്ട് നിൽക്കാൻ വേണ്ടി ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. അങ്ങനെ പിസ്സ ബേസ് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അധികം ഒഴിച്ചു കൊടുത്താൽ ഈ പിസ്സയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫുള്ളായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ സാധാ സ്ലൈസായ ചീസ് വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ 2 സ്ലൈസ് ചീസാണ് ഇതിലേക്ക് വെക്കുന്നത്. അതുകൂടാതെ മൊസറല്ല ചീസും കൂടി ഞാൻ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മൊസറല്ല ചീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിസ്സ ചീസ് മേടിക്കാൻ കിട്ടും, അത് ഗ്രേറ്റ് ചെയ്തിടാം. ഞാനിവിടെ ഒരു 50 ഗ്രാം ചീസാണ് ഗ്രേറ്റ് ചെയ്തിരുന്നത്. ഇനി അതിനുശേഷം ഇതിലേക്ക് ഞാൻ നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് സ്ക്വയർ പീസായിട്ട് വേണമെങ്കിൽ അരിഞ്ഞു വെക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ആവശ്യത്തിന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് ഒലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചിക്കനും ഒലീവ്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടും ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ എൻ്റെ പിസ്സ ബേസ് ഭയങ്കര തിന്നാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിസ്സ ബേസിന് കട്ടി കൂടി കഴിയുമ്പോൾ പിസ്സയ്ക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു അളവിൽ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പിസ്സയ്ക്ക് അത്യാവശ്യം തിന്നായിട്ടുള്ളൊരു ബേസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ തിന്നായിട്ടുള്ള ബേസ് ആണെങ്കിൽ നിങ്ങൾ ഒരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഭയങ്കര തിക്കായിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ കുറച്ചും കൂടി കൂട്ടി വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതൊരു 20 മിനിറ്റ് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സയാണിത്. ഇത് നിങ്ങൾ ഈ ന്യൂ ഇയറിന് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ.